Hello everyone, welcome back to Silent Learning. It's me, Jamshad. Definitely ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റോറി സീക്വൻസിങ്. അതായത് നിങ്ങൾ പലപ്പോഴും കണ്ട് പരിചയമുണ്ടാവില്ല, വളരെ റെയർ ആയിട്ടെങ്കിലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റോറി സീക്വൻസിങ്. അതായത് റീ അറേഞ്ച് ചെയ്യാൻ ഒരു സ്റ്റോറിയുടെ കാര്യങ്ങളൊക്കെ ഓർഡർ തരും, പക്ഷെ അതിന്റെ ഓർഡർ ഒക്കെ തെറ്റായിരിക്കും. അത് ഓർഡർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് തരും. അതിന് കുഞ്ഞു കുഞ്ഞു ട്രിക്കുകളിലൂടെ നിങ്ങൾക്ക് എന്താക്കാം, അത് ഓർഡർ ചെയ്യാം. ഡെഫിനറ്റ്ലി ആ മാർക്ക് കൂടി നിങ്ങൾക്ക് മിസ് ആവാതിരിക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സ്റ്റോറി സീക്വൻസിങ് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. സ്റ്റോറി സീക്വൻസിങ് എ സ്റ്റോറി ഈസ് ഗിവൺ ഇൻ എ ജംബിൾഡ് ഓർഡർ. ഓർഡർ ഒക്കെ തെറ്റിച്ചിട്ട് എന്താക്കിയിട്ടുണ്ട്, ഒരു കഥ തന്നിട്ടുണ്ട്. റീ അറേഞ്ച് സ്റ്റോറി ഇൻ ദ കറക്റ്റ് ഓർഡർ. ആ ഒരു സ്റ്റോറി കറക്റ്റ് ഓർഡറിൽ ആക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. പക്ഷേ അതിനു മുമ്പ് നമ്മൾ ഒരു കുറച്ച് കുഞ്ഞു ട്രിക്കുകൾ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇത് ഓർഡർ ചെയ്യാം. ജസ്റ്റ് മിക്കപ്പോഴും നിങ്ങൾ അറിയാത്ത സ്റ്റോറി ആയിരിക്കും തരിക. ഇൻ കേസ് നിങ്ങൾക്ക് അറിയുന്ന സ്റ്റോറി ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇൻ കേസ് നിങ്ങൾക്ക് അറിയാത്ത സ്റ്റോറി ആവുന്ന സമയത്ത് നന്നായിട്ട് വായിച്ചു നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഓർഡർ കിട്ടും. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് അതിന്റെ എല്ലാത്തിനെയും ഒരു മലയാളം മനസ്സിലാക്കുക, ഒരു ഐഡിയ മനസ്സിലാക്കാം. ഓക്കെ, ഇത് ഓരോന്ന് ഓർഡറിൽ തന്നെ നമ്മൾ വായിച്ചു നോക്കാം. മീൻസ് ഈ ഒരു ജംബിൾഡ് ഓർഡറിൽ തന്നെ വായിച്ചു നോക്കാം. എ ഗോട്ട് പാസ്ഡ് ബൈ, നമ്മൾ ഹൈലൈറ്റ് ചെയ്യാം, നമുക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. യെസ് A goat passed by and asked the fox. ഒരു ആട് എന്താക്കി അതിലൂടെ നടന്നുപോയി and asked the fox. ഫോക്സിനോട് ചോദിച്ചു what he was doing down there. അവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. ഇത് സംഭവം മൈൻഡിൽ ഉണ്ടാവണേ. ആ ഫോക്സ് അവിടെ കുയിലിരിക്കുകയാണ്, പക്ഷെ ഒരു ആട് നടന്നു പോയ സമയത്ത്, ഒരു ഗോട്ട് നടന്നു പോയ സമയത്ത് അവനോട് ചോദിച്ചു എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദിച്ചു. The fox said, പറഞ്ഞു, think twice before you listen to the words of others. മറ്റുള്ള ആൾക്കാരുടെ വാക്കുകൾ കേൾക്കുന്നതിന് മുമ്പ് 2 തവണ ചിന്തിക്കണം. മിക്കവാറും അതെന്തായിരിക്കും, ഒരു ലാസ്റ്റത്തെ ലൈൻ ആവാൻ ചാൻസ് ഉണ്ട്, പക്ഷെ അത് കൺഫേം ആക്കണ്ട, അവിടെ വെച്ചേക്കാം. ഓക്കെ, ഫോക്സ് അവസാനം പറയാണ് തിങ്ക് ട്വൈസ് ബിഫോർ യു ലിസൺ ടു ദ വേർഡ്സ്. മറ്റുള്ള ആൾക്കാരുടെ വാക്കുകൾ കേൾക്കുന്നതിന് മുമ്പ് 2 വട്ടം ചിന്തിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോ ഏകദേശം ഒരു ആടും അതുപോലെ തന്നെ ഒരു ചെന്നായും തമ്മിലുള്ള എന്തോ കഥയാണെന്ന് മനസ്സിലായി. ഓക്കെ, The goat thought well and jumped into the well. ആട് എന്താക്കി, നന്നായി ചിന്തിച്ചതിന് ശേഷം കിണറിലേക്ക് എടുത്ത് ചാടി. അപ്പോ കിണറിലേക്ക് എടുത്ത് ചാടി എന്നുള്ള സംഭവം കിട്ടി. അതുപോലെ തന്നെ ഫോക്സ് പറഞ്ഞത് കിട്ടി. ആ ഗോട്ട് അതിന്റെ അടുത്ത് കൂടി പാസ് ചെയ്തത് കിട്ടി. ഓക്കെ, one day a fox fell into a deep well from which he could not escape. One day, once upon a time, one day എന്നൊക്കെ പറഞ്ഞിട്ടാണ് മിക്ക കഥകളും തുടങ്ങുന്നത്. അപ്പൊ ഒരു കഥയുടെ സ്റ്റാർട്ടിങ് കണ്ടാൽ നിങ്ങൾ മനസ്സിലാവില്ലേ, ഇത് വെച്ചിട്ട് എന്താക്കാം, ഇതുപോലെ വൺ ഡേയോ അല്ലെങ്കിൽ വൺസ് അപ്പോൺ എ ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുന്നത് നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു നമ്പർ ഇട്ട് കൊടുക്കാം. യെസ്, മറന്നു പോകരുത്. ഇങ്ങനെ തുടങ്ങുന്ന സമയത്ത് ഇതിന് 1 എന്ന് നമ്പർ ഇട്ട് കൊടുക്കാം. അപ്പൊ ഈസി ആയിട്ട് നിങ്ങൾക്ക് പിന്നീട് അത് മറന്നു പോവാതിരിക്കാൻ കഴിയും. അപ്പൊ പിന്നീട് ആ കഥയുടെ അർത്ഥവും മനസ്സിലാക്കി വെക്കണം. വൺ ഡേ എ ഫോക്സ് ഫെൽ ഇൻടു എ ഡീപ് വെൽ. ഒരു ആഴമുള്ള കിണറിലേക്ക് വീണു. ഫ്രോം വിച്ച് ഹി കുഡ് നോട്ട് എസ്കേപ്പ്. അവന് രക്ഷപ്പെടാൻ കഴിയാത്തൊരു കിണറിലേക്ക് വീണു. അവിടെയാണ്. ഓക്കെ, നോക്കാം. ദ ഫോക്സ് സെഡ്. ഫോക്സ് പറയാണ് there is going to be a great drought. ഇവിടെ വലിയൊരു വരൾച്ച. ഡ്രൗട്ട് എന്ന് പറഞ്ഞാൽ വരൾച്ച. ഒരു വരൾച്ച വരാനുണ്ട്, വലിയൊരു വരൾച്ച വരാനുണ്ട്. I jumped down to have water for me. എനിക്ക് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നും വെള്ളം കിട്ടണമെങ്കിൽ ഈ കിണറിൽ നിന്നാല് വെള്ളം എന്നും കിട്ടല്ലോ, വരൾച്ച ഉണ്ടായാല് എന്നുള്ള ആ ഒരു പ്രശ്നം. ഓക്കെ, അത് മിക്കവാറും അതെന്താണ്, നമ്മളെ ആ ഒരു ഗോട്ടിനെ, ആടിനെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാകും. ഓക്കെ, ഇതേതായാലും ഒന്നാണ്. വൺ ഡേ എ ഫോക്സ് ഫെൽ ഇൻടു എ ഡീപ് വെൽ ഫ്രോം വിച്ച് ഹി കുഡ് നോട്ട് എസ്കേപ്പ്. രക്ഷപ്പെടാൻ കഴിയാത്തൊരു ഈ ഒരു കിണറിൽ അവൻ വീണുപോയി എന്ന് പറയും. ഓക്കെ, ഇനി അവസാനം ദ കണ്ണിങ് ഫോക്സ് ഇമ്മീഡിയറ്റ്ലി ജംപ്ഡ് ഓൺ ദ ഗോട്ട് ആൻഡ് മാനേജ്ഡ് ടു ജംപ് അപ്പ് to the edge of the well. അങ്ങനെ വളരെ കണ്ണിങ് ആയിട്ടുള്ള ഫോക്സ്, വളരെ സൂത്രശാലി ആയിട്ടുള്ള കുറുക്കൻ എന്ത് ചെയ്തു, ഇമ്മീഡിയറ്റ്ലി ജംപ് ഓൺ ദ ഗോട്ട്, ഗോട്ടിന്റെ പുറത്തേക്ക് ചാടി. ആൻഡ് മാനേജ് ടു ജംപ് അപ്പ് ടു ദ എഡ്ജ് ഓഫ് ദ വെൽ. കിണറിന്റെ മുകളിലേക്ക് ചാടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തും ശ്രമിച്ചു. യെസ്, നമ്മുടെ ഫോക്സ് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് ഏകദേശം കഥ മനസ്സിലായില്ലേ? ഇനി നിങ്ങൾക്ക് മനസ്സിലാകും. ഒന്നായിട്ട് റിവൈൻഡ് ചെയ്തു നോക്കാം. ഓൾറെഡി എന്താണ്, ഫസ്റ്റ് തന്നെ വൺ ഡേ ഫോക്സ് ഫെൽ ഇൻടു എ ഡീപ് വെൽ. ആ ഒരു കിണറിലേക്ക്, നല്ല ആഴമുള്ള കിണറിലേക്ക് വീണു. അത് തുടക്കമാണ്. പിന്നീട് എന്താ സംഭവിച്ചിട്ടുണ്ടാവുക, ഫോക്സ് പറഞ്ഞതാണോ അല്ലെങ്കിൽ ഗോട്ട് തോട്ടാണോ? ഇല്ല, എ ഗോട്ട്. മിക്കവാറും ഇതായിരിക്കും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവുക. നിങ്ങൾ എന്തായാലും ഞാൻ പറയുന്നതിന് മുമ്പ് പോസ് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ ഒന്ന് ജസ്റ്റ് ഗസ് ചെയ്തു കേട്ടോ. എ ഗോട്ട് പാസ്ഡ് ബൈ ആൻഡ് ആസ്ക്ഡ് ദ ഫോക്സ് വാട്ട് ഹി വാസ് ഡൂയിങ് ദേർ. അതായിരിക്കില്ലേ ചാൻസ്. അതിന്റെ അടുത്തുകൂടി ഒരു ആര് നടന്നുപോയി, ഒരു ഗോട്ട് നടന്നുപോയി, ഒരു ആട് നടന്നുപോയി. ആൻഡ് ആസ്ക്ഡ് ദ ഫോക്സ്. ഫോക്സിനോട് ചോദിച്ചു വാട്ട് ഹി വാസ് ഡൂയിങ് ഡൗൺ ദേർ. അവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ മിക്കവാറും ഫോക്സ് സെഡ്, ഫോക്സ് പറഞ്ഞു എന്നായിരിക്കും. അപ്പൊ അതിനോട് സ്പോട്ടിന് 2 നിടണേ. എന്നാ പിന്നെ അതിന്റെ ഭാഗത്തേക്ക് നോക്കണമെന്നില്ല. 2 റെഡി. പെൻസിലോണ്ട് 1, 2 മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അപ്പൊ മിക്കവാറും അത് ആൻസർ പറയായിരിക്കും. ഫോക്സ് സെഡ്
ഇവിടെ നല്ലോണം ശ്രദ്ധിക്കണം. ഇവിടെ ഫോക്സ് സെഡ് രണ്ട് പ്രാവശ്യം പറയുന്നുണ്ട്. ആക്ച്വലി രണ്ട് സ്ഥലത്ത് ദ ഫോക്സ് സെഡ് ഇവിടെയും പറയുന്നുണ്ട്, ദ ഫോക്സ് സെഡ് ഇവിടെയും പറയുന്നുണ്ട്. അപ്പൊ കൺഫ്യൂഷൻ ആവും. ഓക്കെ, ഏതാണ് നോക്കാം. ദ ഫോക്സ് സെഡ് തിങ്ക് ട്വൈസ് ബിഫോർ യു ലിസൺ ടു ദ വേർഡ്സ് ഓഫ് അതേഴ്സ്. അത് അവിടെ എന്താവുന്നുണ്ടോ, സ്യൂട്ട് ആവുന്നുണ്ടോ? അവിടെ സ്യൂട്ട് ആവുന്നില്ല. അവിടെ താഴെ കിണറിൽ എന്താ ചെയ്യുന്നത് ചോദിക്കുന്ന സമയത്ത് അത് അവിടെ സ്യൂട്ട് ആവുന്നില്ല. അപ്പൊ നോക്കാം. ദർ ഈസ് ഗോയിങ് ടു ബി എ ഗ്രേറ്റ് ഡ്രോട്ട്, വലിയ വരൾച്ച വരാൻ സാധ്യതയുണ്ട്. ഐ ജംപ് ഡൗൺ ടു ഹാവ് വാട്ടർ ഫോർ മീ. അങ്ങനെ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ചാടിയിരിക്കുന്നത് എന്നങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. അപ്പൊ അതിന് മറുപടി അല്ലേ? അപ്പൊ നമുക്ക് എന്താക്കാം? യെസ്, അതിന് 3 എന്ന് കൊടുക്കാം. ഇനി അത് കേട്ട സമയം എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക നമ്മുടെ ഗോട്ട്? അത് നോക്കാം. അത് ഏതിനാണ് സൂട്ടബിൾ ആകുന്നുള്ളത്. ഇത് നമ്മൾ പറഞ്ഞു ഏകദേശം അവസാനത്തേക്കാണ് വരാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞു. ഓക്കെ, പിന്നീടുള്ളത് കണ്ണിങ് ഫോക്സ് ഇമ്മീഡിയറ്റ്ലി ജംപ്ഡ്. നമുക്ക് ജംപ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോട്ടിന്റെ പുറത്തേക്ക് ചാടി എന്ന് പറയുമ്പോൾ ഗോട്ട് ഓൾറെഡി പുറത്താണുള്ളത്. പിന്നെ ദ ഗോഡ് ഇതുണ്ട്. ദ ഗോഡ് തോട്ട് വെൽ ആൻഡ് ജംപ്ഡ് ഇൻ ടു ദ വെൽ. അങ്ങനെ ഈ ഒരു ആട് താഴേക്ക് മീൻസ് ആക്ച്വലി കിണറിലേക്ക് എടുത്ത് ചാടിയ ചിന്തിച്ചതിന് ശേഷം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അതാണ് അടുത്തത് 4-മത്തത്. യെസ്. ഇനി ഏതായാലും നമ്മൾ പറഞ്ഞത് ഏകദേശം ലാസ്റ്റ് ആയിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. ഇനി അടുത്തത് വരുന്നത് ഏതാണ്? അവസാനമായിട്ട് 2 എണ്ണം കൂടിയുള്ളൂ. അങ്ങനെ ഇത് നോക്കാം. ദ കണ്ണിങ് ഫോക്സ് immediately jumped on the ഗോട്ടിന്റെ പുറത്തേക്ക് ചാടി ആൻഡ് മാനേജ് ജംപ് അപ് ടു ദി എഡ്ജ് ഓഫ് ദ വെൽ. കിണറിന്റെ അറ്റത്തേക്ക് ചാടാൻ എന്താക്കി? മാനേജ് ചെയ്തു. അദ്ദേഹം അങ്ങനെ രക്ഷപ്പെട്ടു. എന്നിട്ട് അവസാനത്തെ ഡയലോഗ് അതോടുകൂടി അതെന്താക്കി? 5 എന്ന് എഴുതി കൊടുക്കുക. അവസാനമായിട്ട് ദ ഫോക്സ് പറയാണ്, തിങ്ക് ട്വൈസ് ബിഫോർ യു ലിസൺ ടു ദ വേർഡ്സ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കുന്നതിന് മുമ്പ് 2 വട്ടം ചിന്തിക്കണം എന്നുള്ള ഒരു കാര്യവും കൂടി പറഞ്ഞു കൊടുത്തു. അതോടുകൂടിയിട്ട് നിങ്ങൾ ഈ ഒരു സ്റ്റോറി സീക്വൻസിങ്, അതായത് റീഅറേഞ്ച് സ്റ്റോറി എന്നുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഇങ്ങനെ കുറച്ച് ബുദ്ധിപരമായിട്ട് ചിന്തിച്ചാൽ, കുറച്ച് ഐഡിയയിലൂടെ ചിന്തിച്ചാൽ, അതിന്റെ മീനിങ് മനസ്സിലാക്കി ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു മാർക്ക് നഷ്ടപ്പെടില്ല. അത് മാത്രമല്ല, ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈസി കിട്ടും. അതിനുള്ള ഒരു ഓപ്ഷനും കൂടി നമ്മുടെ ഈ ഒരു വീഡിയോയിൽ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇതിന്റെ ആൻസർ ഇങ്ങനെ നമ്പർ ഇട്ട് വെച്ചാൽ മതിയോ? മാർക്ക് ഇട്ടോ? ഇല്ല, അത് ഇങ്ങനെ ഈ ഒരു രൂപത്തിൽ ഇങ്ങനെ ഓർഡറിലാക്കി എഴുതി കൊടുക്കണം. ഓക്കെ ആണല്ലോ? യെസ്. ഇനി ആ കഥയൊന്ന് വായിച്ചു നോക്കാം. നോക്കാം. One day fox fell into deep well from which he could not escape. അവൻ രക്ഷപ്പെടാൻ കഴിയാത്ത, അതും കൂടി ചെക്ക് ചെയ്തിട്ട് മാത്രമേ എന്താക്കാവൂ, ഇത് വൈൻഡ് അപ്പ് ചെയ്യാവൂ. ഒരിക്കല് ഒരു ഫോക്സ് ഒരു ആഴമുള്ള കിണറിലേക്ക് വീണു. God passed by and asked the fox what he was doing down there. അങ്ങനെ ഒരു ആട് അടുത്തൂടെ നടന്നു പോയി. അപ്പൊ ചോദിച്ചു, എവിടെ എന്താ ചെയ്യുന്നത്? ഫോക്സ് പറഞ്ഞു, there is going to be great drought. I jumped down to have water for me. വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് വലിയൊരു എന്ത് വരുന്നുണ്ട്? വരൾച്ച വരുന്നുണ്ട്. അങ്ങനെ വെള്ളത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ചാടി നിൽക്കുന്നത്. The God thought well and jumped to the well. അങ്ങനെ നന്നായി ആലോചിച്ചതിന് ശേഷം നമ്മുടെ ആട് അടുത്ത് ചാടി. ദ കണ്ണിങ് ഫോക്സ് ഇമ്മീഡിയറ്റ്ലി ജംപ്ഡ് ഓൺ ദ ഗോഡ് ആൻഡ് മാനേജ് ടു ജംപ് അപ് ടു ദ എഡ്ജ് ഓഫ് ദ വാൾ. അങ്ങനെ ആ ഒരു ഗോട്ടിന്റെ പുറത്ത് ചാടിയിട്ട് നമ്മുടെ ഫോക്സ് എന്തായി? പുറത്തേക്ക് ആ ഒരു കിണറിന്റെ എഡ്ജിലേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ദ ഫോക്സ് അവസാനം പറഞ്ഞു, തിങ്ക് ട്വൈസ് ബിഫോർ യു ലിസൺ ടു ദ വേർഡ്സ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കുന്നതിന് മുമ്പേ 2 വട്ടം ചിന്തിക്കണം കേട്ടോ എന്ന് അവസാനം ഒരു ഒരു മോറൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ട് അവിടെ കഥ അവസാനിച്ചു. ഇപ്പൊ ഒരു കഥയ്ക്ക് ഒരു കംപ്ലീറ്റ്നെസ് കിട്ടിയില്ലേ? ഇതുപോലെ നിങ്ങൾ ഒരു കംപ്ലീറ്റ് മീനിങ് കിട്ടുന്ന രൂപത്തിൽ ഇതിനെ മാറ്റണം. ഓക്കെ, അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ തരും. അതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണം. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇനി വരുന്ന എക്സാമുകളിലൊക്കെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും, ഉറപ്പാണ്. യെസ്, ഇത് നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിൽ ഓൾറെഡി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ ഇതുപോലത്തെ ധാരാളം ക്വസ്റ്റ്യൻസ് കഥ മാറ്റിയിട്ട് ക്വസ്റ്റ്യൻ തരും. അപ്പൊ നിങ്ങൾ ചെയ്ത് സെറ്റ് ആവണമെങ്കിൽ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, നമുക്ക് നോക്കാം. കണ്ടോളൂ, ഇത് ഓർഡറിലല്ല. ദാറ്റ് ഡേ ഹി വെന്റ് ഹോം ഹംഗ്രി. ആ ദിവസം അവന് ഭയങ്കര വിശന്നിട്ടാണ് വീട്ടിലേക്ക് പോയത്. ഓൺ ഹിസ് വേ ഹോം ഹി ക്രോസ്ഡ് എ റിവർ ആൻഡ് സോ അനദർ ഡോഗ് ഹു ഓൾസോ ഹാഡ് എ ബോൺ ഇൻ ഹിസ് മൗത്ത്. പോകുന്ന വഴിക്ക് ഹി ക്രോസ്ഡ് എ റിവർ, ഒരു പുഴ കടന്നു. ആൻഡ് സോ അനദർ ഡോഗ് ഹു ഓൾസോ ഹാഡ് എ ബോൺ ഇൻ ഹിസ് മൗത്ത്. മറ്റൊരു നായ്ക്കുട്ടിയെ കണ്ടു. അപ്പൊ മിക്കവാറും ഇത് പറയുന്ന ആരായിരിക്കും? ഒരു ഡോഗ് ആയിരിക്കും. മറ്റൊരു നായ്ക്കുട്ടിയെ കണ്ടു. ആ നായ്ക്കുട്ടിന്റെ വായിൽ എന്തുണ്ട്? ഒരു ബോൺ ഉണ്ട്, ഒരു എല്ലും കഷ്ണമുണ്ട്. ഓക്കെ, എന്നിട്ട് എ ഡോഗ് വെന്റ് ഔട്ട് ഓഫ് ഹിസ് ഹൗസ് ടു ലുക്ക് ഫോർ ഫുഡ്. ഒരു നായ്ക്കുട്ടി എന്താക്കി? അവന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം തേടി ഇറങ്ങി. ഹി വാണ്ടഡ് ദാറ്റ് ബോൺ ഫോർ ഹിംസെൽഫ് ടു. അവനും ആ ഒരു എല്ലിന്റെ കഷ്ണം വേണ്ടിയിരുന്നു. ഹി ഇമ്മീഡിയറ്റ്ലി ഗ്രാബ്ഡ് ഇറ്റ് ഇൻ ഹിസ് മൗത്ത്. അത് പെട്ടെന്ന് തന്നെ അതെടുത്ത് വായിൽ വെച്ചു. ആസ് ഹി ഓപ്പൺഡ് ഹിസ് മൗത്ത് ടു സ്കെയർ ദ അതർ ഡോഗ്. മറ്റു ഡോഗിനെ പേടിപ്പിക്കാൻ വേണ്ടി വായ തുറന്ന സമയത്ത് ദ ബോൺ ഹി വാസ് ബൈറ്റിംഗ് ഫെൽ ഇൻടു ദ റിവർ
ആൻഡ് സാങ്ക്. അവൻ കടിച്ചു പിടിച്ചിരുന്ന ആ ഒരു എല്ലും കഷ്ണം താഴെ വീണ് പുഴയിൽ മുങ്ങിപ്പോയി. ആസ് ഹി വാസ് വാക്കിംഗ് ഡൗൺ ദ സ്ട്രീറ്റ് ഹി ഫൗണ്ട് എ ബിഗ് ബോൺ. അങ്ങനെ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അവൻ വലിയൊരു എല്ലും കഷ്ണം കണ്ടു. ഏകദേശം കഥ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ഓർഡർ കംപ്ലീറ്റ് തെറ്റാണ്, പക്ഷെ നിങ്ങൾക്ക് ഏകദേശം കഥ മനസ്സിലായല്ലോ. ഒരു നായ്ക്കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു? പോകുന്ന വഴിക്ക് എന്തോ എല്ല് കണ്ടു, അപ്പുറത്തെ വേറൊരു നായ്ക്കുട്ടിന്റെ എല്ല് കണ്ടു. അപ്പോ അതുപോലെ അവനും വേണമെന്ന് കരുതി അങ്ങനെ വീട്ടിൽ നിന്ന് ഒരു സ്ട്രീറ്റിൽ നിന്നിട്ട് എന്തോ എല്ലും കഷ്ണം കിട്ടി. വേറെ ഏതോ നായ്ക്കുട്ടികളെ പേടിപ്പിക്കാൻ നോക്കിയ സമയത്ത് തന്റെ വായിലുള്ള എല്ലും കഷ്ണം വീണു പോകുന്നതാണ് കഥ. ഏകദേശം വായിക്കുന്ന സമയത്ത് കഥ നമുക്ക് മനസ്സിലാവും, പക്ഷെ ഓർഡറിലാക്കുക എന്നുള്ളത് ഇറ്റ്സ് അപ് ടു യു. അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. നിങ്ങൾ സെറ്റ് ആക്കുക, എന്നിട്ട് അതിന്റെ ആൻസർ കമന്റ് ബോക്സിൽ അറിയിക്കുക. എങ്ങനെ ഇത് കംപ്ലീറ്റ് എഴുതാൻ കഴിയോ? ഇല്ല, ഇത് 1 2 3 എന്നുള്ള ഈ ഒരു ഓർഡറിൽ കൊടുക്കുക. ആക്ച്വലി ഞാൻ ഇത് ഓരോന്നിനും നമ്പർ കൊടുക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? അതിന് കറക്റ്റ് ഓർഡറിൽ കൊടുക്കുക. 1 2 3 4 5 6 7. ഇത് ഓർഡർ ചിലപ്പോൾ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒന്നാമത്തെ ചിലപ്പോൾ ഏഴാമത്തതായിരിക്കും. ഒന്നാമത്തെ ഇത് ഏതായാലും ഏഴാമത്തത് ഫസ്റ്റ് അല്ല. ഏതായാലും ഇതിന്റെ ആൻസർ ഇപ്പോൾ ഒന്നാമത്തെ ഇത് ഫസ്റ്റത്തെ ആണെങ്കിൽ ജസ്റ്റ് 7 എന്നെന്താക്കുക, അതിന്റെ നമ്പറുകൾ ഓർഡറിലാക്കിയിട്ട് കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ എല്ലാവരും ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. കമന്റ് ബോക്സ് നോക്കാം, ആരൊക്കെയാണ് ഇത് കറക്റ്റ് ആക്കുന്നത് എന്ന് നോക്കാം. നിങ്ങൾ ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കമന്റ് ബോക്സ് നിങ്ങൾ നോക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് എന്താക്കുക, നിങ്ങൾ ചെയ്ത് നോക്കാം. അതിനുശേഷം കമന്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ, കാരണം എന്താ വെച്ചാൽ നിങ്ങൾ കമന്റ് ബോക്സ് നോക്കാതെ തന്നെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പ്രാക്ടീസ് ആകും. നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കും, സെറ്റ് ആകും. ഇനി വരുന്ന എക്സാമിൽ മാർക്കും നേടാം, ഗ്രേഡ് ഫുൾ ആവുകയും ചെയ്യും. യെസ്, സെറ്റ് ആക്കാം. അപ്പൊ കമന്റ് ബോക്സിൽ ആൻസർ ചെയ്യാൻ മറന്നു പോകരുത്. അത് മാത്രമല്ല, ഇതുപോലെ വേറെയും വീഡിയോസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളെ ഫ്രണ്ട്സ് ഉണ്ടാവും, അവർക്കൊക്കെ ഷെയർ ചെയ്യുക. അവരും പഠിക്കട്ടെ, അവരും പാസ്സാവട്ടെ. ചിലപ്പോൾ അവർക്കൊന്നും ഈ ഒരു സ്റ്റോറി സീക്വൻസിനെ പറ്റിയിട്ട് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കട്ടോ. അത് മാത്രമല്ല, നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ലിങ്കും കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്താൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളുടെ ഒക്കെ നോട്ട്സ് കിട്ടുന്നതാണ്. അതോടുകൂടി നമ്മുടെ ക്ലാസ് അവസാനിക്കുകയാണ്. അതുപോലെ തന്നെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക, ആൻസറും അറിയിക്കുക. ലെറ്റ്സ് സീ ഇൻ അനദർ ക്ലാസ് with another session. Until then, it's a bye. It's me, Jamshad. Thank you. Bye bye.